ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പേപ്പർ കൊണ്ടുള്ള സ്പൂണാണ്. ഈസിയായിട്ട് ഉണ്ടാക്കാവുന്ന പരിപാടിയെ നമ്മൾ കയ്യിലെടുക്കുകയുള്ളൂ. ഇതിന് വേണ്ടത് 9 സെൻറ്റിമീറ്റർ വീതിയും 18 സെൻറ്റിമീറ്റർ നീളമുള്ള വൈറ്റ് കളറാണേലും മതി, ഏതെങ്കിലും പേപ്പർ. ഫോൾഡ് ചെയ്യേണ്ട വിധമൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയ്ക്കകത്തുണ്ട്. വീഡിയോ കാണണം, ഫുൾ കണ്ടാൽ മതി, മനസ്സിലാവും. ഈസിയായിട്ട് ഉണ്ടാക്കാം. ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ പോലെയൊക്കെ ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ പള്ളിയിൽ ഇന്ന് പെരുന്നാളാണ്. ഗീവർഗീസ് പുണ്യാളൻ്റെ പെരുന്നാൾ ദിവസമൊക്കെ കഴിഞ്ഞു എങ്കിലും നമ്മൾ ഇന്നാണ് പള്ളിയിൽ ആഘോഷിക്കുന്നത്. അതിൻ്റെ കൊച്ചു കൊച്ചു തിരക്കുകളുമായിട്ട് അങ്ങനെ നടക്കുകയാണ്. തിരക്കുകളെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, കുറച്ച് ബിരിയാണി ഉണ്ടാക്കൽ, അത് തന്നെ നമ്മുടെ തിരക്ക്. നമ്മുടെ കുഞ്ഞുമണീസിൻ്റെ മെയിൻ ഷെഫ് നമ്മളായത് കാരണം ഇന്ന് ബിരിയാണി നമ്മുടെ വകയായിരുന്നു. അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി എല്ലാം ഉണ്ടാക്കി പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ പള്ളിയിൽ പോവാണ്. അടിപൊളി പെരുന്നാളാട്ടോ, നിങ്ങളും വന്നോളിൻ. തലയിലപ്പറമ്പ് സെൻറ്റ് ജോർജ് പള്ളിയിലാണ് കേട്ടോ. പെരുന്നാളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയത്. ഇന്നലെ നമ്മുടെ ആൽപ്പോയോട് ഞാൻ ചോദിച്ചു, എടി നാളെ ആരുടെ പെരുന്നാളാ? ആദ്യം അവൾ എന്നോട് പറഞ്ഞു ഔസേപ്പിതാവിൻ്റെ, പിന്നെ അവൾ എന്നോട് പറഞ്ഞു മാതാവിൻ്റെ. അത് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇവരുടെ ഒന്നും അല്ല, നമ്മുടെ ഈശോയുടെ പെരുന്നാളാന്ന്. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, ഈശോയുടെ പെരുന്നാളോ? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കിപ്പം കിട്ടി, നമ്മുടെ ഗീവർഗീസ് സഹതാടെ ഗീവർഗീസ് പുണ്യാളൻ്റെ പെരുന്നാളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. കൊച്ചിന് മനസ്സിലായല്ലോ പുണ്യാളൻ്റെ പെരുന്നാളാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് എന്നോട് വന്ന് ചോദിക്കുക, ആ കമ്പേ കുത്തി നിൽക്കണ പുണ്യാളനല്ലേ ഗീവർഗീസ് പുണ്യാളെന്ന്. സന്തോഷമായി ഗോപേട്ടാ, സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, കമ്പേ കുത്തി നിൽക്കണ പുണ്യാളനല്ല, പുണ്യാളൻ കമ്പേ കുത്തിയൊന്നും നിൽക്കുമല്ല കേട്ടോ. പുണ്യാളൻ നമുക്ക് വേണ്ടി പുണ്യാളൻ ഇങ്ങനെ വേദന സഹിച്ചത് ക്രിസ്ത്യാനികൾക്കെതിരെ യുദ്ധമൊക്കെ നടന്ന സമയങ്ങളിൽ രക്തസാക്ഷിയായ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ കാര്യമാണ് കുഞ്ഞ് പറയണത്. നമ്മൾ പെരുന്നാൾ ആഘോഷിക്കണ ഗീവർഗീസ് പുണ്യാളനല്ലേ, ആ കുതിരപ്പുറത്തൊക്കെ ഇരിക്കണേ, ആ പുണ്യാളൻ്റെ പെരുന്നാളാണ് ഇന്ന്, മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ് എൻ്റെ കുഞ്ഞിനും മനസ്സിലാക്കി കൊടുത്തു. ഏതായാലും പെരുന്നാൾ ഞങ്ങൾ ആഘോഷിക്കട്ടെ. ബൈ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നുപോലെ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ അടുത്ത കുഞ്ഞു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.